പ്രഭാതവന്ദനങ്ങൾ. യെശയ്യാവ് 53:3 ഇപ്രകാരം യേശുക്രിസ്തുവിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്: മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ടും ത്യജിക്കപ്പെട്ടും വ്യസനപാത്രമായും രോഗം ശീലിച്ചവനായും ഇരുന്നു. ഈ ലോകത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഏറ്റവും അധികം ത്യജിക്കപ്പെട്ട ഒരു ജീവിതമായിരുന്നു യേശുവിൻ്റേത്. ഒരുപാട് തിരസ്കരണങ്ങൾ, ക്രിറ്റിസിസം, അപവാദങ്ങൾ എല്ലാം പറഞ്ഞിട്ടുണ്ട്. ലൂക്കാസിന്റെ സുവിശേഷം 4-ാമത്തെ അധ്യായത്തിന്റെ 29-ാമത്തെ വചനത്തിലുണ്ട്: പള്ളിയിൽ ഇരുന്നവർ ഇത് കേട്ടിട്ട് എല്ലാവരും കോപം നിറഞ്ഞവരായി എഴുന്നേറ്റ് അവനെ പട്ടണത്തിന് പുറത്താക്കി അവരുടെ പട്ടണം പണിതിരുന്ന മലയുടെ വക്കോളം കൊണ്ടുപോയി തല കീഴായി തള്ളിയിടുവാൻ ഭാവിച്ചു എന്ന്. ഒത്തിരി തിരസ്കരണങ്ങളിലൂടെ കടന്നുപോയിട്ടുണ്ട്. എന്നാൽ ഈ തിരസ്കരണങ്ങളും ഈ ക്രിറ്റിസിസങ്ങളും ഒന്നും യേശുവിനെ ഈ ലോകത്തിൽ വന്നിരിക്കുന്ന പ്ലാനിനും പർപ്പസിൽ നിന്നും ഒട്ടും വ്യതിചലിപ്പിക്കുവാനായിട്ട് സാധിച്ചില്ല. അത് കാരണമായ 3 കാര്യങ്ങളാണ്. ഒന്നാമതായിട്ട് യേശുവിൻ്റെ ആ ഒരു സ്റ്റെഡ്ഫാസ്റ്റ്നെസ്, അതായത് ദൃഢചിത്തത യേശുവിലുണ്ടായിരുന്നു. ഇത്രയൊക്കെ പ്രതികരണങ്ങളൊക്കെ ഉണ്ടായിട്ടും യേശു ഒരിക്കൽ പോലും തൻ്റെ ചെയ്യേണ്ട കാര്യങ്ങളുടെ ഒന്നും കുറച്ചില്ല. ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതിരുന്നിട്ടില്ല. എല്ലാം ചെയ്തു തീർക്കുവാൻ സാധിച്ചു. രണ്ടാമത് ബലം യേശുവിലുണ്ടായിരുന്നു. മുമ്പിൽ ക്രൂശാണെന്ന് അറിഞ്ഞിട്ട് കൂടെയും, കാൽവരി ക്രൂശാണ് തൻ്റെ മുമ്പിലുള്ളെന്ന് അറിഞ്ഞിട്ട് പോലെയും എല്ലാം ചെയ്യുവാനായിട്ട് പ്ലാനിലും പർപ്പസിലും, ദൈവം ഏൽപ്പിച്ച പ്ലാനിലും പർപ്പസിലും മുമ്പോട്ട് പോകുവാനായിട്ട് യേശുവിന് സാധിച്ചു. മൂന്നാമതും ഏറ്റവും പ്രധാനപ്പെട്ടതും ആ ഒരു സബ്മിഷൻ, പൂർണ്ണ വിധേയത്വം, തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തം ചെയ്തു തീർക്കാനുള്ള പൂർണ്ണ ഉത്തരവാദിത്തം. ഹെറോദിൻ്റെയും പിലോത്തോസിൻ്റെയും ഒക്കെ മുമ്പിൽ പോയി നിന്നിട്ടും പല കാര്യങ്ങൾ തനിക്ക് പ്രൂവ് ചെയ്യായിരുന്നു പറഞ്ഞ്, പക്ഷെ ഒന്നും മിണ്ടാതെ നിന്ന് പലയിടത്തും എഴുതിയിട്ടുണ്ട്. അപ്പം അത്രമാത്രം പൂർണ്ണമായിട്ട് വിധേയപ്പെട്ട് യേശു ഇരുന്നു. ഇന്ന് നമ്മുടെ ജീവിതത്തിലും നമ്മൾ പ്രത്യേകിച്ച് സുവിശേഷമായി പോകുന്നവരും സുവിശേഷം പ്രസംഗം ഒരുപാട് റിജക്ഷൻസും ക്രിറ്റിസിസങ്ങളും ഒക്കെ ഏറ്റുവാങ്ങാറുണ്ട്. എന്നാൽ നമ്മളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന പ്ലാനിലും പദ്ധതിയിലും ഒരിക്കലും നമ്മളെ തളർത്തുവാനോ തകർക്കുവാനോ സാധിക്കില്ല. അത്രമാത്രം വിധേയത്തോട് നമ്മളായിരിക്കുമ്പോൾ നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു തീർക്കുവാനായിട്ട് കർത്താവ് നമ്മളെ സഹായിക്കും. നമുക്കിന്ന് പ്രാർത്ഥിക്കാം. ആ കർത്താവ് നമ്മളെ ഭൂമിയിലേക്ക് വന്നപ്പോൾ എന്താണോ ആഗ്രഹിച്ചത് അത് ചെയ്യുവാനായിട്ട് നമ്മളുള്ള കൃപ ദൈവം നമുക്ക് തരാനായിട്ട് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ അനുഭവിക്കുന്ന തിരസ്കരണങ്ങൾ, ഞങ്ങൾ അനുഭവിക്കുന്ന വേദനകൾ, ഞങ്ങൾ അനുഭവിക്കുന്ന ക്രിറ്റിസിസങ്ങളൊക്കെയും അങ്ങയുടെ കരങ്ങളിൽ തന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. അതൊരിക്കൽ പോലും ഞങ്ങളുടെ മനസ്സിനെ നോവിപ്പിക്കാതെ മുമ്പോട്ട് പോകുവാനായിട്ട് പൗലോസ് പറഞ്ഞതുപോലെ പിമ്പിലുള്ളതിനെ മറന്ന് മുമ്പിലുള്ളതിൽ ലാക്ക് ചെയ്ത് മുമ്പോട്ട് പോകുവാനായിട്ടുള്ള കൃപയ്ക്കായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങ് ഞങ്ങളെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങളെല്ലാം ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്തു തീർക്കുവാനായിട്ടുള്ള വലിയ കൃപയ്ക്കായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അപ്പ ഞങ്ങൾ അങ്ങേ സ്നേഹിക്കുന്നു, ആരാധിക്കുന്നു. എല്ലാ മാനവും മഹത്വവും യേശുവിൻ്റെ നാമത്തിൽ. ആമേൻ.